5 Mile. നമസ്കാരം. POK സംബന്ധിച്ച് എന്താണ് ഇന്ത്യക്ക് ഇത്ര പിടിവാശി? അത് തിരികെ പിടിച്ചേ തീരൂ എന്നൊരു നിലപാട് മുൻകാലത്തെ ഇന്ത്യൻ സർക്കാരുകൾക്ക് ഇല്ലാതിരുന്ന ഒരു തീരുമാനം എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് വെച്ച് പുലർത്തുന്നത്? എന്താണ് POKയുടെ പ്രാധാന്യം? പുതിയ തലമുറയെപ്പെട്ട നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഇതൊന്നും, ഈ ചരിത്രമൊന്നും അറിയണമെന്നില്ല. അവരെ കൂടി ഉദ്ദേശിച്ചിട്ടാണ് ഈ പ്രശ്നമൊന്ന് വിശകലനം ചെയ്യാം, ഈ വിഷയമൊന്ന് വിശകലനം ചെയ്യാം എന്ന് തീരുമാനിച്ചത്. നമുക്കറിയാം, 1947 ഇന്ത്യ സ്വതന്ത്രമായത്. അക്കാലത്ത് കാശ്മീരിലെ രാജാവ് ഹരിസിംഗ് ആയിരുന്നു, മഹാരാജ ഹരിസിംഗ്. അദ്ദേഹത്തിന്റെ മുമ്പിൽ അന്ന് ഇന്ത്യയോട് ചേർന്നുള്ള നാട്ടുരാജ്യങ്ങളോട് ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നത്, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ ആവശ്യപ്പെട്ടിരുന്നത് 3 കാര്യങ്ങളാണ്, 3 ഓപ്ഷൻസ് ആണ്. 3 കാര്യങ്ങളിൽ അവർക്ക് ഏത് വേണമെങ്കിലും തീരുമാനിക്കാം. ഒന്നുകിൽ ഇന്ത്യയുടെ ഭാഗമാകാം, അല്ലെങ്കിൽ പാകിസ്ഥാന്റെ കൂടെ ചേരാം, അതുമല്ലെങ്കിൽ സ്വതന്ത്ര രാജ്യമായിട്ട് നിൽക്കാം. ഈ നാട്ടുരാജ്യങ്ങളെ മുഴുവൻ ഏകോപിപ്പിച്ച് ഇന്ത്യയുടെ കുടക്കീഴിൽ കൊണ്ടുവരാനായിട്ട് സർദാർ പട്ടേലും VP മേനോനും, അന്ന് ആഭ്യന്തര സെക്രട്ടറി VP മേനോനാണ്, അവര് നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ പൂവിട്ട് പൂജിക്കേണ്ടതാണ്. യഥാർത്ഥത്തിൽ എത്രയോ നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു ഇവിടെ. അവരെ മുഴുവൻ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാക്കി. കാശ്മീർ മഹാരാജാവിന്റെ മനസ്സിൽ വേറെ ചില ചിന്തകൾ അന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ അങ്ങനെ ചിന്തിക്കാൻ അദ്ദേഹത്തെ നിർബന്ധിതമാക്കിയതാവാനാണ് സാധ്യത എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. എന്തുകൊണ്ട് സ്വതന്ത്രമായിട്ട് നിന്നുകൂടാ? ഇന്ത്യ പാക് അതിർത്തിയിലാണ് കാശ്മീർ വരുന്നത്, നമുക്കറിയാം. അവിടെ ഒരു ഭാഗത്ത് മുസ്ലിം മെജോറിറ്റി ഉണ്ട്, മുസ്ലിം കേന്ദ്രീകൃതമാണ്. ആ മുസ്ലിങ്ങളുടെ കൂടെ രാജാവായിരുന്നു ഹരിസിംഗ്. അവർക്ക് പോലും അദ്ദേഹത്തിന് അത്രമാത്രം വിശ്വാസമായിരുന്നു. മറ്റൊന്ന്, ഈ കാശ്മീരിലെ പ്രത്യേകിച്ച് മുസ്ലിം ഡോമിനേറ്റഡ് ഏരിയയിലെ ജനങ്ങള് വാണിജ്യ ആവശ്യങ്ങൾക്ക് ഏറ്റവും അധികം ബന്ധപ്പെട്ടിരുന്ന ഭൂപ്രദേശങ്ങൾ പാകിസ്ഥാനിൽ ഉൾപ്പെട്ടു. സിയാൽകോട്ട് പോലുള്ള പ്രദേശങ്ങൾ. അപ്പോ ഇന്ത്യയുടെ ഭാഗമായാൽ പാകിസ്ഥാനുമായിട്ടുള്ള അല്ലെങ്കിൽ സിയാൽകോട്ടുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ നിന്നു പോകുമോ എന്നുള്ള ആശങ്ക. ആ നിലയിൽ അദ്ദേഹത്തെ ചിന്തിപ്പിച്ചതായിരിക്കാം. അന്നത്തെ അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രി, ജമ്മു കാശ്മീരിലെ പ്രധാനമന്ത്രി രാമചന്ദ്ര ഖാഖാൻ, അദ്ദേഹം ഒരു നെഹ്റുവിയൻ ചിന്താഗതിക്കാരനായിരുന്നു. പ്രോ പാക് നിലപാടാണ് അദ്ദേഹം എടുത്തിരുന്നത് എന്നതും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ പാകിസ്ഥാനിൽ ലയിച്ചോട്ടെ എന്നൊരു സമീപനം അവിടുത്തെ പ്രധാനമന്ത്രിക്ക് അന്നുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന്റെ മാത്രം നിലപാടല്ല. ഈ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഗവർണർ ജനറൽ ആയിരുന്ന മൗണ്ട് ബാറ്റൻ പ്രഭു ജമ്മു കാശ്മീരിലെത്തി. അദ്ദേഹം മഹാരാജാവിനെ കണ്ടു. അദ്ദേഹത്തിന്റെ ഉപദേശവും കാശ്മീർ പാകിസ്ഥാന്റെ ഭാഗമാകണം എന്നതായിരുന്നു.
പണ്ഡിറ്റ് നെഹ്റുവിന്റെ നിലപാടും മനസ്സുകൊണ്ടാതായിരുന്നു. അദ്ദേഹത്തിന് അത് തുറന്നു പറയാൻ കഴിയില്ലല്ലോ. നെഹ്റുവിന്റെ വിശ്വസ്തനും സന്തത സഹചാരിയും അതിലൊക്കെ ഉപരിയുമായിട്ടുള്ള ഷെയ്ഖ് അബ്ദുള്ള ജമ്മു കാശ്മീരിലുണ്ട് ആ കാലത്ത്. ഇപ്പൊ ഷെയ്ഖ് അബ്ദുള്ളയുടെ പ്രേരണയും സമ്മർദ്ദവും സൗഹൃദവും ഒക്കെ നെഹ്റുവിന്റെ മനസ്സിലുണ്ടായിരുന്നു. ഇന്ത്യയുടെ ഭാഗമാകണം എന്ന് ഷെയ്ഖ് അബ്ദുള്ള ചിന്തിച്ചിരുന്നു എന്ന് കരുതിക്കൂടാ. സ്വതന്ത്ര രാജ്യമായിട്ട് നിൽക്കുന്നതിന് ഷെയ്ഖ് അബ്ദുള്ളയ്ക്ക് താല്പര്യമുണ്ടായിരുന്നു. അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ഒപ്പം പോകണം. അതാണ് കാശ്മീർ മഹാരാജാവിന്റെ മനസ്സിൽ ഉയർത്തിക്കൊണ്ടുവന്നത് നെഹ്റുവും മൗണ്ട്ബാറ്റനെയും പോലുള്ളവര് ആഗ്രഹിച്ചത്. പക്ഷെ സർദാർ പട്ടേലും വി പി മേനനും എടുത്ത നിലപാട് വളരെ വളരെ വ്യക്തതയുള്ളതായിരുന്നു. ഒരു കാരണവശാലും കാശ്മീർ പാകിസ്ഥാന്റെ കൂടെ പോയിക്കൂടാ. അത് ഇന്ത്യക്ക് വളരെയേറെ അപകടം ചെയ്യും. അതുകൊണ്ട് ജമ്മു കാശ്മീരിനെ ഇന്ത്യയിൽ ലയിപ്പിച്ചേ തീരൂ എന്ന് അവർ തീരുമാനിച്ചു. അതിനുള്ള ശ്രമങ്ങൾ ആഭ്യന്തരമന്ത്രി എന്ന നിലയ്ക്ക് പട്ടേലും ആഭ്യന്തര സെക്രട്ടറി എന്ന നിലയ്ക്ക് വി പി മേനനും നടത്തി. പക്ഷെ കാശ്മീർ മഹാരാജാവ് ഇവരുടെയൊക്കെ നിലപാടുകൾക്ക് വഴങ്ങാൻ തയ്യാറായില്ല ആദ്യമൊക്കെ. കാരണം അദ്ദേഹത്തിന്റെ മനസ്സിൽ മൗണ്ട്ബാറ്റൻ പറഞ്ഞതുണ്ട്, നെഹ്റുവിന്റെ മനസ്സ് അങ്ങനെയാണെന്ന് കേൾക്കുന്നു. ഇത്തരത്തിലുള്ള ചിന്തകൾ ഉണ്ടായിരുന്നു. അവസാനം പട്ടേൽ തീരുമാനിച്ചു, അദ്ദേഹം ഈ മഹാരാജാവിന് വിശ്വാസമുള്ള ബഹുമാനമുള്ള ആരെങ്കിലും പറഞ്ഞയക്കാം. അതിനായിട്ട് പട്ടേൽ കണ്ടെത്തിയത് അന്നത്തെ RSSന്റെ സർസംഘചാലക്കായിരുന്ന ഗുരുജി ഗോൾവൾക്കറെയാണ്. ഒരു സന്യാസി ശ്രേഷ്ഠനായിരുന്നു അദ്ദേഹം. സന്യാസിക്ക് സമാനമായ ജീവിത ശൈലി. ഗുരുജിക്ക് നല്ല ബന്ധമായിരുന്നു ഹരിസിംഗ് മഹാരാജാവുമായിട്ട്. മഹാരാജാവിന് ഗുരുജിയോട് അത്രമാത്രം ആദരവും ഉണ്ടായിരുന്നു. പട്ടേൽ ആവശ്യപ്പെട്ടതനുസരിച്ച് അദ്ദേഹം ഗുരുജി ശ്രീനഗറിൽ പോയി ഹരിസിംഗ് മഹാരാജാവുമായിട്ട് സംസാരിച്ചു. അദ്ദേഹത്തിനെ വിശ്വാസത്തിലെടുത്തു. പാകിസ്ഥാനിൽ ലയിച്ചാൽ ജമ്മു കാശ്മീരിന്റെ ഭാഗമായിട്ടുള്ള ഹിന്ദുക്കളുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് ഗുരുജി മഹാരാജാവിനെ ധരിപ്പിച്ചു. അങ്ങനെ മനസ്സ് മാറ്റിയെടുത്തു എന്നതാണ് യാഥാർത്ഥ്യം. ഈ കൂടിക്കാഴ്ച സമയത്ത് അന്നൊരു വിദ്യാർത്ഥി മാത്രമായിരുന്നു കരൺ സിംഗ് എങ്കിലും സന്നിഹിതനായിരുന്നു എന്നാണ് കേട്ടിട്ടുള്ളത്. കരൺ സിംഗ് കോൺഗ്രസിന്റെ നേതാവായി, പിന്നീട് കേന്ദ്രമന്ത്രിയായിരുന്നു, ഗവർണറായിരുന്നു. അദ്ദേഹത്തിന് അത് സ്ഥിരീകരിക്കാൻ കഴിയും. ഏതായാലും അങ്ങനെ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാകാൻ ഹരിസിംഗ് മഹാരാജാവ് തീരുമാനിച്ചു. അതോടെ പാകിസ്ഥാനിലെ കലാപമായി. ആ വിവരം പുറത്തു വന്നതോടുകൂടി കാശ്മീർ നഷ്ടപ്പെടുന്നു എന്ന് ചിന്തിക്കാൻ പാകിസ്ഥാന് കഴിയുമായിരുന്നില്ല. അപ്പൊ എങ്ങനെയും അവിടുത്തെ മുസ്ലിം ഭൂരിപക്ഷ മേഖല പിടിച്ചെടുക്കണം എന്നൊരു ചിന്ത അവരുടെ മനസ്സിലുണ്ടായി. അതാണ് ആട്ടിടയന്മാരുടെ വേഷത്തില്, ഗോത്രവർഗക്കാരുടെ വേഷത്തില് പാക് പട്ടാളത്തെ ജമ്മു കാശ്മീരിലേക്ക് പാകിസ്ഥാൻ അയക്കുന്നത്. അവർ കുറെ ഭൂപ്രദേശം പിടിച്ചടക്കി. ലഡാക്ക് പോലും കീഴടക്കാനായിരുന്നു അവരുടെ പദ്ധതി. പക്ഷേ അതിനിടയിൽ ഇന്ത്യൻ സൈന്യം രംഗത്ത് വന്നു, അവരെ ഓടിച്ചു. ഓടിക്കുന്നതിന് പകരം അവിടെ നെഹ്റു കാണിച്ച വങ്കത്തരമുണ്ട്. അതിലും മൗണ്ട്ബാറ്റന് ഒരു റോൾ ഉണ്ടെന്ന് വിചാരിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം പേരും. നെഹ്റു ഒരു സീസ് ഫയർ പ്രഖ്യാപിച്ചു, വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. അന്ന് സൈന്യത്തിന്റെ മേധാവിയായിരുന്ന മേജർ ജനറൽ തിമ്മയ്യ, അതുപോലെ തന്നെ ഫീൽഡ് മാർഷൽ KM കരിയപ്പ, ഇവര് രണ്ടുപേരും നെഹ്റുവിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഒരാഴ്ച കൂടി തരും, ഞങ്ങൾ ഈ പാകിസ്ഥാൻ പട്ടാളത്തെ തുരത്താം
അവർ പിടിച്ചടക്കിയ സ്ഥലം മുഴുവൻ നമുക്ക് തിരിച്ചു പിടിക്കാം, ഒരാഴ്ച തന്നാൽ മതി, ഇന്ത്യൻ സൈന്യം അതിന് തയ്യാറാണ്. നെഹ്റു സമ്മതിച്ചില്ല. മാത്രമല്ല, നെഹ്റു ആ വിഷയം ഐക്യരാഷ്ട്രസഭയിലേക്ക് കൊണ്ടുപോയി. അവിടെയും മൗണ്ട് ബാറ്റനാണ് ഉപദേശിച്ചത്. യഥാർത്ഥത്തിൽ ജമ്മു കാശ്മീരിന്റെ ഒരു വലിയ ഭാഗം ഇന്നിപ്പോ പാകിസ്ഥാന്റെ അധീനതയിലായിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരവാദി പണ്ഡിറ്റ് നെഹ്റുവാണ്, കോൺഗ്രസ് ആണ്. ഇക്കാര്യം ജനറൽ കരിയപ്പ തന്റെ ആത്മകഥയിൽ പറയുന്നുണ്ട്. ഒരാഴ്ച തന്നിരുന്നെങ്കിൽ ഞങ്ങൾ അവരെ ഓടിച്ചേനെ. പാകിസ്ഥാന് അത്രയും ശക്തിയുള്ളൂ ആ കാലഘട്ടത്തിൽ. നിക്കക്കള്ളി ഇല്ലാതെ അവർ ഓടുമായിരുന്നു. ദുഃഖത്തോടെയാണ് നെഹ്റുവിന്റെ നിലപാടിനെ കരിയപ്പ വിശദീകരിക്കുന്നത്. മാത്രമല്ല, വേറൊരു സംഭവം കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അന്ന് സർദാർ പട്ടേലിനോട് ആലോചിച്ചിട്ട് നെഹ്റു പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാറുള്ളൂ. പക്ഷേ ഈ യുദ്ധം നടക്കുന്ന സമയത്ത് 47 ഒക്ടോബർ 28 നെഹ്റു രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യാൻ തീരുമാനിച്ചു. അന്ന് ആകാശവാണിയേ ഉള്ളൂ, നമുക്കറിയാലോ. അപ്പൊ ആ പ്രസംഗങ്ങൾ, അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട പ്രസംഗങ്ങൾ പട്ടേലിനെയും കൂടി കാണിക്കാറുണ്ട് നെഹ്റു. പക്ഷെ അന്ന് നെഹ്റു തിരക്കിലായിരുന്നു, പട്ടേൽ തിരക്കിലായിരുന്നു. രണ്ടുപേരും തമ്മിൽ എന്തോ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായി. വൈകിയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് സർദാർ പട്ടേൽ അറിയുന്നത്. അദ്ദേഹം ആ പ്രസംഗം വായിച്ചു നോക്കിയപ്പോൾ അതിൽ പരമ അബദ്ധമാണല്ലോ, ഇത് പറഞ്ഞുകൂടല്ലോ നെഹ്റു എന്ന് ഉറക്ക ചിന്തിച്ചു. നെഹ്റുവിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചു. അപ്പോഴത്തേക്കും അദ്ദേഹം റെക്കോർഡിങ്ങിനായിട്ട് ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റുഡിയോയിലേക്ക് പോയിരുന്നു. പട്ടേലിന്റെ സെക്രട്ടറി ശങ്കറിനോട് ഉടനെ തന്നെ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ പോയി പണ്ഡിറ്റ് നെഹ്റുവിനോട് ഇക്കാര്യം ഉണർത്തിക്കാൻ പറഞ്ഞു. അതായത് ഈ വിഷയം തങ്ങൾ UN പോവുകയാണ്, UN പറഞ്ഞനുസരിച്ച് തീരുമാനിക്കുമെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇന്ത്യയുടെ ഭൂപ്രദേശം പാകിസ്ഥാൻ വന്നിട്ട് കയ്യേറി. ആ കയ്യേറിയ ഭൂപ്രദേശത്ത് നിന്ന് ഒഴിപ്പിക്കാൻ തയ്യാറാണ്, ഞങ്ങൾക്ക് ഒരാഴ്ച തന്നാൽ മതി എന്ന് ആർമി പറയുന്നു, നമ്മുടെ സൈന്യം പറയുന്നു. അത് നിഷേധിക്കുന്നു നെഹ്റു. എന്നിട്ട് ഐക്യരാഷ്ട്രസഭയിൽ പോകുന്നു ഈ പ്രശ്നം പരിഹരിക്കണം എന്ന് പറഞ്ഞിട്ട്. അത് രാഷ്ട്രത്തോട് വിളിച്ചു പറയുന്നു. യഥാർത്ഥത്തില് കാശ്മീരിനെ കുരുതി കൊടുക്കുകയല്ലേ ചെയ്ത നെഹ്റു. നമ്മൾ ഓർക്കേണ്ടത് ഇത് 1947 ഒക്ടോബർ 28 ഒക്ടോബർ 26 ദ അഗ്രിമെന്റ് ഓഫ് ആക്സഷൻ ഇന്ത്യയിൽ പൂർണ്ണമായിട്ട് ലംഘിക്കുന്നു എന്നുള്ള കരാറിൽ ഹരിസിംഗ് മഹാരാജാവ് ഒപ്പുവെച്ചു. അതോടെ ജമ്മു കാശ്മീർ മുഴുവൻ ഇന്ത്യയുടെ ഭാഗമായി. ഇന്ത്യയിൽ 500ഓളം നാട്ടുരാജ്യങ്ങൾ അങ്ങനെ തന്നെയാണ് ഇന്ത്യയുടെ ഭാഗമായത്. അതേ കരാറ് ഒരു വള്ളി പുള്ളി മാറാത്ത മറ്റ് രാജ്യങ്ങൾ എങ്ങനെയാണോ ഇന്ത്യയിൽ ലയിച്ചത്, അതേ കരാറ് തന്നെയാണ് ജമ്മു കാശ്മീരിലെ രാജാവും ഒപ്പിട്ടത്. ഇത് കാശ്മീരിന്റെ കാര്യത്തിൽ നെഹ്റുവിന് ഇരട്ടത്താപ്പ് ഉണ്ടായിരുന്നു എന്നതിന് ഇനിയും തെളിവുകളുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, കംപ്ലീറ്റ് ആയിട്ട് ഇന്ത്യയിൽ പൂർണ്ണമായിട്ട് ലയിക്കുന്ന കരാറാണ്. മറ്റ് തിരുവിതാംകൂർ ലയിച്ചു, ഹൈദരാബാദ് ലയിച്ചു, അനവധി രാജ്യങ്ങൾ, ബറോഡ ഒക്കെ ലയിച്ചല്ലോ. ആ രാജ്യങ്ങളെ പോലെ തന്നെയാണ് ജമ്മു കാശ്മീരിൽ ലയിച്ചത്. അവർക്കൊന്നും ആർട്ടിക്കിൾ 370 ഇല്ലായിരുന്നല്ലോ, അവർക്കൊന്നും പ്രത്യേക അധികാരമില്ലായിരുന്നല്ലോ. പക്ഷേ 1949
ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആർട്ടിക്കിൾ 370 കൊണ്ടുവന്നു നെഹ്റു. കാശ്മീരിന് പ്രത്യേക അധികാരം കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു വ്യവസ്ഥയും ഇല്ലാതെ ഇന്ത്യയിൽ ലയിക്കാൻ തയ്യാറായ ഹരിസിംഗ് മഹാരാജാവിന്റെ മുഖത്ത് കാർപ്പിച്ച് തുപ്പുന്നതിന് കൂടി തുല്യമല്ലേ അത്? അവിടെയും നെഹ്റു ഷെയ്ഖ് അബ്ദുള്ളയുടെ വാക്ക് കേട്ട് തുള്ളുകയായിരുന്നു. ഇന്ന് നിങ്ങൾ കേൾക്കുന്നുണ്ടാവില്ലേ മുഹമ്മദ് അബു മുഫ്തിയെ പോലുള്ളവര് പറയുന്നത് 47 ഇന്ത്യയിൽ ലയിച്ചതാണ് തെറ്റായി പോയത് എന്ന് മുഫ്തി മെഹബൂബ മുഫ്തി പ്രസംഗിക്കുന്നത്, ട്വീറ്റ് ചെയ്യുന്നത് നമ്മളിന്ന് കാണുന്നില്ലേ? എവിടേക്കാ ഈ കൂട്ടർ പോകുന്നേ? ഇന്നും നെഹ്റുവിന്റെ അനന്തരാവകാശിയെ പോലെ മെഹബൂബയെ പോലുള്ളവർ ജീവിക്കുന്നു എന്നല്ലേ അത് കാണിക്കുന്നു? അപ്പോ കോൺഗ്രസ്സുകാർ ചെയ്തു വെച്ച പാതകമാണ് ഇപ്പൊ തിരുത്താനുള്ളത്. അതാണ് ജമ്മു കാശ്മീരിന്റെ കാര്യം. അക്സായി ചിന്നിന്റെ കാര്യവും 1962 വാറാണ്, 62 യുദ്ധകാലത്താണ് അവര് ചൈന അത് പിടിച്ചെടുക്കുന്നത്. ഇന്ത്യ ചൈന ബന്ധം സുദൃഢമാണ് എന്ന് പറഞ്ഞ് നെഹ്റു നടക്കുന്ന കാലത്താണത്. വി കെ കൃഷ്ണമേനോനാണ് പ്രതിരോധ മന്ത്രി. കൃഷ്ണമേനോന്റെ ഒരു കമ്മ്യൂണിസ്റ്റ് ബന്ധങ്ങളും പിന്നാമ്പുറത്തെ കഥകളും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അദ്ദേഹത്തെ കൂടി ധരിപ്പിച്ചിരുന്നോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ചൈനീസ് ആക്രമണം ഇന്ത്യക്ക് കിട്ടിയ ഒരു കനത്ത ആഘാതമായിരുന്നു. ഇത് രണ്ടും ഞാൻ പറഞ്ഞത്, പാകിസ്ഥാൻ POKയിൽ കടന്നുകൂടിയതും അക്സായി ചിന്നിൽ ചൈന കടന്നുകൂടിയതും യഥാർത്ഥത്തിൽ പിന്നിൽ നിന്ന് കുത്തലായിരുന്നു. അതിന് കോൺഗ്രസ്സുകാർക്ക് വലിയ പങ്കും ഉണ്ടായിരുന്നു. അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് അവർക്കാർക്കും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ആ ഒരു ചരിത്രപരമായ വിഡ്ഢിത്തരം, ചരിത്രപരമായ തെറ്റ് തിരുത്താനുള്ള ചരിത്രപരമായ നടപടിയാണ് ഇപ്പോൾ നരേന്ദ്രമോദി സ്വീകരിക്കുന്നത്. ആത്മവിശ്വാസത്തോടു തന്നെയാണ് മോഡി മുന്നോട്ട് പോകുന്നത്, നമുക്കൊക്കെ അറിയാം. ഒരു വിട്ടുവീഴ്ചയ്ക്കും അദ്ദേഹം തയ്യാറുമല്ല ഈ വിഷയത്തിൽ. ഓരോന്നായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നു എന്നാണ് പൂർണ്ണമായിട്ട് അക്സായി ചിന്നും POKയും അതുപോലെ തന്നെയുള്ള ആ പാകിസ്ഥാന്റെ അധീനതയിലുള്ള ഭൂപ്രദേശവും ഔദ്യോഗികമായിട്ട് ഇന്ത്യയുടെ പക്ഷത്താവുക എന്നത് നമുക്ക് കാത്തിരിക്കാം. അതിന് കുറച്ചുകൂടി സമയം വേണ്ടി വന്നേക്കാം. അതിനൊരു സമയമുണ്ടല്ലോ എല്ലാത്തിനും. ഇവിടെ വേറൊരു കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട്. 1994 നരസിംഹറാവു ഗവൺമെന്റിന്റെ കാലത്ത് ഇന്ത്യയുടെ പാർലമെന്റ് ഏകകണ്ഠ്യേന ഒരു പ്രമേയം പാസ്സാക്കിയിരുന്നു. ഈ ഭൂപ്രദേശം ഇന്ത്യയുടേതാണ്, അതും കൂടി ചേരുമ്പോഴേ ഇന്ത്യ പൂർണ്ണമാകുള്ളൂ, ഇന്ത്യ അത് പിടിച്ചെടുത്തേ തീരൂ എന്നതാണ്. ആ ഒരു മാൻഡേറ്റ് ഇന്ന് നരേന്ദ്രമോദിക്കുണ്ട്. പാർലമെന്റ് കൊടുത്തിട്ടുള്ള ഒരു ഗോ ഹെഡ് എന്നുള്ള ഗ്രീൻ സിഗ്നൽ, അതുമായിട്ടാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. അതിന് ഓരോ നടപടി എടുത്തു, ഞാനത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. പാക് അധികൃതരെ വിളിച്ചു വരുത്തി വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു അത് ഒഴിഞ്ഞു പോകണമെന്ന്. POKയിലെ കാലാവസ്ഥ പ്രവചനത്തിന് ഇന്ത്യ തയ്യാറായി. ഇനി അത് നമ്മുടെ ഭാഗമാക്കുകയേ വേണ്ടൂ. POK കൂടി ഇന്ത്യയുടെ ഭാഗമാകുന്ന വിധത്തിലുള്ള ഭൂപടം പോലും തയ്യാറായി കഴിഞ്ഞു എന്ന് വേണം നമ്മളിപ്പോൾ കരുതാൻ. പക്ഷെ കോൺഗ്രസിന് ഇതിനുള്ള അവസരം എത്രയോ ഉണ്ടായിരുന്നു. 500-ലേറെ സീറ്റുമായിട്ട് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടമുണ്ട്. അതിശക്തിയായ ഇന്ദിരാഗാന്ധിയുടെ ഭരണം നമ്മൾ കണ്ടിട്ടുണ്ട്. അന്നൊന്നും ഇത്തരം ഒരു നടപടി സ്വീകരിക്കാൻ ഗവൺമെന്റ് തയ്യാറായിരുന്നെങ്കിൽ പ്രതിപക്ഷം അതിനെ കൈയടിച്ച് പിന്തുണയ്ക്കുമായിരുന്നില്ലേ? പ്രതിപക്ഷത്ത് അന്നത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ ജനസംഘമായിരുന്നു.
അവരുടെ ഇത്തരം കാര്യങ്ങളിലുള്ള നിലപാടിനെ കുറിച്ച് ആശയക്കുഴപ്പം ഉണ്ടാവേണ്ട കാര്യമേ ഇല്ലല്ലോ. പക്ഷെ അവർ തയ്യാറായില്ല. കാരണം നെഹ്റു ചെയ്ത പാതകം തിരുത്താൻ കോൺഗ്രസ്സുകാർക്ക് കഴിയില്ല. അത് തിരുത്തപ്പെടുമ്പോൾ തുറന്നു കാട്ടപ്പെടുന്നത് കോൺഗ്രസ്സുകാരായിരിക്കും, നെഹ്റു പരിവാറായിരിക്കും. അതാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത്. ഇന്ത്യയിലെ ഈ തലമുറ അറിയേണ്ടതും ആ ചരിത്രമാണ്. നിങ്ങളാണ് ഇത് അടുത്ത തലമുറയ്ക്ക് കൈമാറേണ്ടത്. നമസ്കാരം.